ഫ്രഷ് ആൻഡ് ലൈവ് എന്ന ഈ ചാനലിൻ്റെ ഒരു ഇൻ്റർവ്യൂവിനാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. അതായത് നമ്മുടെ വീട്ടിൽ തന്നെ ഇരുന്നുകൊണ്ട് ചാനലിന് വേണ്ടി ഒരു ചെറിയ ഇൻ്റർവ്യൂ ആണ്. എൻ്റെ പേര് സാലു കൂറ്റനാട്. നിങ്ങൾക്കറിയാം എന്ന് തോന്നുന്നു. ഞാനൊരു സിനിമ നടനാണ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ബാക്കിയെല്ലാം നിങ്ങൾ കണ്ടിട്ടുള്ള പടങ്ങളൊക്കെ ഓർത്താൽ സല്ലാപം മുതൽ തുടങ്ങി സമ്മാനം, മൈ ഡിയർ കരടി അങ്ങനെയുള്ള പടങ്ങൾ ചെയ്ത് ഒരു 250 പടത്തോളം. ഇപ്പോൾ ലാസ്റ്റ് ചെയ്തത് 2018. ഞാൻ നാടകം കളിക്കുന്ന സമയത്ത് എൻ്റെ പേര് സാലു എന്ന് ചേർക്കാം എന്നുള്ള എല്ലാം അങ്ങനെ ചേർത്ത് അങ്ങനെ പറഞ്ഞതാണ്. അങ്ങനെ പറഞ്ഞിരുന്നു സാലു കൂറ്റനാട്, അതിലൂടെ കൂറ്റനാട് സ്ഥലത്തിൻ്റെ പേര് ചേർത്ത് അങ്ങനെ സാലു കൂറ്റനാടെന്ന് അറിയപ്പെടും. ശരിക്കും പേര് മുഹമ്മദ് എന്നറിയപ്പെടും. സിനിമ എനിക്കൊരു ബ്രേക്ക് കിട്ടിയ പടം എന്ന് പറയുന്നത് സല്ലാപാണ്. മറ്റുള്ള പടങ്ങളൊക്കെ ചെറിയ വേഷങ്ങൾ ചെയ്യുന്നുണ്ട്, കാർണിവൽ അങ്ങനെയുള്ള പടങ്ങളൊക്കെ ചെറിയ വേഷങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ എനിക്കൊരു ബ്രേക്ക് കിട്ടുന്നത് സല്ലാപാണ്. അതെ അതെ, എനിക്ക് മാത്രമല്ല അതിൽ അഭിനയിച്ച ദിലീപ്, മഞ്ജു വാര്യർ, അതേമാതിരി കലാഭവൻ, അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ. അതിന് മുന്നേ അഭിനയിച്ച ആളുകളൊക്കെ അതിലുണ്ട്. പക്ഷെ ഞങ്ങൾക്കൊക്കെ ബ്രേക്ക് കിട്ടിയ ഒരു പടം ഈ സല്ലാപാണ്. അല്ല, അങ്ങനെയുള്ള അഭിനയം തന്നെയായിരുന്നു. നാടകമായാലും സിനിമയായാലും അഭിനയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചെയ്യാമല്ലോ. ഓരോ താല്പര്യങ്ങളാണല്ലോ. അപ്പൊ നമ്മളിപ്പോ നാടകത്തിന് വരുമ്പോ നാടകം കളിച്ച് ചിലപ്പോ സിനിമയിൽ വേഷങ്ങൾ കിട്ടിയാൽ ചെയ്യാം. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ കലാപരിപാടികൾ ഇങ്ങനെ ആയിട്ട് നടക്കുന്ന സമയത്ത് ഈ ഡിവൈഎഫ്ഐയുടെ ഒരു മത്സരം നടന്നായിരുന്നു പാലക്കാട്. ജില്ലാ മത്സരം എന്ന് പറഞ്ഞിട്ടൊരു മത്സരം നടന്നു. അപ്പൊ അതിൽ ഞാൻ പല കോമഡി പരിപാടികളൊക്കെ ചെയ്യാൻ വേണ്ടി പോയി അവിടെ. അങ്ങനെ ചെന്നപ്പോൾ അവിടെ ജഡ്ജായിട്ട് നിന്ന ഒരാൾ ലോഹിദാസ് എന്ന് പറയുന്ന ഒരാൾക്കായിരുന്നു. അദ്ദേഹം മറ്റൊരു അദ്ദേഹമായിരുന്നു അവിടെ ജഡ്ജായിട്ട് നിന്ന 3 ജഡ്ജിണ്ടായിരുന്നതിൽ ഒരാൾ ലോഹിത് സാറായിരുന്നു. പുള്ളി ഒറ്റപ്പാലം ഷൊർണൂരാമാണ് ബേസ് ചെയ്തിട്ടാണല്ലോ. അപ്പൊ ഈ ഒറ്റപ്പാലത്ത് വെച്ചിട്ടാണ് ഈ പരിപാടി നടക്കുന്നത്. അങ്ങനെ അവിടെ വെച്ച് അദ്ദേഹത്തിനെ കണ്ട് പരിചയപ്പെട്ടൊക്കെ കിട്ടി. അപ്പോൾ എൻ്റെ മത്സരങ്ങളൊക്കെ കഴിഞ്ഞ് 3 പരിപാടിക്ക് എനിക്ക് ഫസ്റ്റ് കിട്ടി. മൊമാറ്റ്, പ്രച്ഛന്ന വേഷം, ചവിട്ടഴി പാട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പരിപാടി. അപ്പൊ അതിന് പുള്ളിയായിട്ട് ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് പുള്ളിയായിട്ട് എങ്ങനെ പരിചയപ്പെട്ടു. അപ്പൊ നീ ഇങ്ങനെ ഞാൻ ഷൊർണൂരിൽ നീ ഒരു ദിവസം ഞാൻ ഒരു പടം ചെയ്യുന്നുണ്ട്, അതിലൊരു വേഷം ചെയ്യാമെന്ന് പുള്ളിയോടിയിരിക്കുന്നു. സിദ്ധു വനക്കലായിരുന്നു എൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളർ, മോഹൻ എന്നൊക്കെ പറയുന്ന ആൾക്കാർ. അപ്പൊ അവിടെ ചെന്നപ്പോൾ ഇങ്ങനെ ദിലീപാണ് നായകനായിട്ട് അഭിനയിക്കുന്നത്. ആശാരിമാരുടെ ഒരു ക്യാരക്ടറുണ്ട്. അപ്പോൾ ദിലീപിൻ്റെ കൂടെ നിങ്ങളൊരു ആശാരിയായിട്ട് വേഷം ചെയ്യുക എന്നുള്ളൊരു സംഭവം. അപ്പോൾ അത് നായികയായിട്ട് മഞ്ജു വാര്യർ, പിന്നെ ചെത്തുകാരനായിട്ട് കലാഭവൻ, പിന്നെ മനോജ് വിജയൻ, ഇങ്ങനെയൊക്കെയുള്ള ആർട്ടിസ്റ്റുകൾ. അപ്പോൾ ആ വേഷം ചെയ്തു. അതൊരു ബ്രേക്കായിരുന്നു. നാടകം എന്ന് പറയുമ്പോൾ നാടകം നമ്മളിപ്പോ ഈ സിനിമയെ കുറിച്ച് അറിയാലോ. ഇപ്പോൾ നിങ്ങൾ ഈ ഇന്റർവ്യൂവിന് എടുക്കുന്ന തന്നെ ഇപ്പോൾ ക്യാമറയിൽ ഷൂട്ട് ചെയ്ത് പോകുന്ന കാര്യങ്ങളൊന്നും തന്നെ. നാടകം എന്ന് പറയുമ്പോൾ അതല്ലല്ലോ. സ്റ്റേജിൽ നിന്നൊരു ഡയലോഗ് പഠിച്ചത് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വരുന്നത് കൂടുതലും സിനിമയാണ്. സിനിമയിലാണ് എല്ലാ കാര്യങ്ങളും ഉണ്ട് എന്നുള്ളതാണ് അവരുടെയൊക്കെ ഒരു. പിന്നെ നാടകം പഴയ കാലത്തെ പോലെയല്ലോ. ഇപ്പോൾ നാടകത്തിനൊന്നും വലിയൊരു എന്നാലും നാടകങ്ങൾ കളിക്കുന്നുണ്ട്. എന്നാലും സിനിമാറ്റിക് സെറ്റപ്പിലൊക്കെയാണ് ചില നാടകങ്ങൾ കളിക്കുന്നത്. മുമ്പത്തെ പോലെ നാടകങ്ങളല്ല. സ്റ്റേജിലൊക്കെ അവരുടെ ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ച് അങ്ങനെയുള്ള സംഭവമല്ല. പഴയ കാലത്ത് അങ്ങനെയൊന്നുമില്ല. ഈ വള്ളുവനാടൻ തിയേറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു ട്രൂപ്പായിരുന്നു തന്നെ. ഒരു 2 വർഷം അത് കൊണ്ടുപോകണം. പിന്നെ ഞാൻ ട്രൂപ്പ് അങ്ങനെ കൊണ്ടുവരുന്നു. സിനിമ ഒന്ന് കയറിയപ്പോൾ സിനിമയിലെ തിരക്കും കാര്യങ്ങളൊക്കെ കാരണം മറ്റേ ഒഴിവില്ലാത്തൊരു അവസ്ഥയായി. പിന്നെ ഫുള്ള് സിനിമ തന്നെ ആയിട്ട് നാടകം കംപ്ലീറ്റ് കൊണ്ട് പോകാറില്ല. പിന്നെ ആ ഒരു പരിചയം ഉള്ളതുകൊണ്ട് സിനിമയിൽ അഭിനയിക്കാനൊരു പ്രത്യേകത ഒരു കഴിവുണ്ടായിരുന്നു മാത്രം. അത് നാടകത്തിൽ നിന്ന് കിട്ടിയതാണ്. പിന്നെ അതുപോലത്തെ ക്യാരക്ടറിലല്ലോ നമ്മൾ ചെയ്യുന്നത്. ഇപ്പൊ നാടകത്തിൽ ഞാൻ കോമഡി തന്നെ ചെയ്തിരുന്നത്. എന്നാലും സിനിമയിൽ ഇപ്പോൾ കോമഡി തന്നെ ചെയ്യുന്നത്. അപ്പൊ നമ്മളെ രൂപം നമ്മുടെ ഇതിനനുസരിച്ചുള്ള ക്യാരക്ടറും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരുന്നത്. അപ്പൊ ഇന്ന് നായകനപ്പം നമുക്കായാലും ലാലേട്ടനായാലും അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരായാലും
അവരെ കൂടെ ഒരു കോമഡിക്ക് വേണ്ടി ഒരാൾ കൂടെ ഉണ്ടാവുക എന്നുള്ള സന്തോഷത്തിലാണ് എല്ലാ പടത്തിനും നമ്മളെയും കൂടെ ഉൾക്കൊള്ളിക്കുന്നത്. എനിക്ക് ഇപ്പൊ ഭരതേട്ടന്റെയും ഉത്സാഹന്റെയും മറ്റുള്ള സംഭവങ്ങൾ ചെയ്യുമ്പോൾ അവരെ കൂടെ ചെയ്യുമ്പോഴുള്ള നമുക്ക് മനസ്സിലുള്ള സംതൃപ്തി ഉണ്ടല്ലോ, അതാണ് എന്റെ ഏറ്റവും വലിയ സംഭവം. കാരണം അവർ പറഞ്ഞ് മനസ്സിലാക്കി ഇതിനും സ്ഥലത്ത് ഇങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ ചെയ്യാം, അങ്ങനെയാകുമ്പോൾ അങ്ങനെയാണ്. അപ്പൊ നമ്മളൊന്ന് ചെയ്ത് കാണിച്ചു കൊടുക്കും, അത് അവർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ശരി അങ്ങനെ പോയാണ് എന്ന് പറയും. ഇപ്പൊ ഭരതേട്ടന്റെ കൂടെ ചെയ്യുമ്പോൾ ഭരതേട്ടൻ ഇപ്പൊ ചമയം, വെങ്കലം ഇങ്ങനെയുള്ള പടങ്ങൾ ഭരതേട്ടന്റെ പടത്തിൽ ചെയ്തത്. പാതയം, അപ്പൊ പാതയം കൊടൈക്കനാല ഭാഗത്തായിരുന്നു ഷൂട്ട്. അത് മമ്മൂക്കയുടെ പടം തന്നെ, ചിപ്പി നായികയായിട്ടുള്ളത്. അപ്പൊ ഭരതന്റെ എന്നെ വിളിച്ച് അതിന്റെ പ്രൊഡക്ഷൻ കൺട്രോളർ സാധാരണ മോഹനായിരുന്നു, ചിത്രപരത്തിലും ഇവരൊക്കെ ആയിരുന്നു. സിനിമയിൽ ഇപ്പൊ മലയാള സിനിമയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ പടം അവരെയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ എന്തെങ്കിലും ഒരു ഡയറക്ടർ പറയുമ്പോൾ ഇന്ന ക്യാരക്ടറിനെ ക്യാരക്ടർ ചെയ്യാൻ വേണ്ടി ഞാനോ വിളിക്കൂ എന്ന് പറയാം. അപ്പൊ ഡയറക്ടർ നമുക്ക് പരിചയമുള്ള ഡയറക്ടറാണെങ്കിൽ ഇന്നാളെ വിളിച്ചാൽ മതി, ആ വിളി മതി. അപ്പോൾ കുറച്ച് മാനേജ് നമ്മുടെ നമ്പർ അവരുണ്ടാവുക, ഇത്ര ദിവസം വർക്കുണ്ടാവും. കാരണം അങ്ങനെയാണ് ഹാപ്പിന്റെ കാര്യം. എന്ന് പറഞ്ഞാൽ 2018 എന്ന് പറയുമ്പോൾ അതിന്റെ പ്രൊഡ്യൂസർ എന്നെ പറ്റിയുള്ള ഒരാളാണ്, ആൻഡ്രി ജോസഫ്. പിന്നെ അത് കൂടാതെ വേറെ ആളും പാർട്ണറായിട്ട് വന്നിട്ടുണ്ട്, സാറെന്ന് പറഞ്ഞിട്ടുള്ള. അപ്പൊ ഈ 2018 ചെയ്യുന്ന സമയത്ത് അതിന്റെ ഡയറക്ടറും ഈ അതിന്റെ പ്രൊഡ്യൂസറും ഒക്കെ കൂടിയിട്ടുള്ള ഒരു ഡിസ്കഷൻ വേണ്ടി വന്നപ്പോ നമുക്ക് അതിൽ ഇത് പറയാൻ ഞാൻ നേരത്തെ കമൽ സാറിന്റെ പടത്തിൽ നമ്മളില് കോളേജിലെ പിയൂണായിട്ട് അഭിനയിച്ചു. അപ്പൊ ഇതിലും മറ്റേ ടോവിനോ മാഷാണ്, ഇതിലും ഒരു പിയൂണ് വേണോ, പിയൂണായിട്ട് നമുക്ക് സാലിമിന് വിളിക്കാമെന്ന് പറഞ്ഞാൽ അഭിപ്രായം ഉണ്ടായിരിക്കും. അത് തമ്മിലുള്ള ഡിസ്കഷൻ സബ്ജക്ട് നോക്കുമ്പോ ഒരു 4 ദിവസം വർക്ക് 5 ദിവസം വർക്കല്ലേ വരും. അപ്പൊ എന്നെ വിളിച്ചു, നമ്പർ അവരെടുത്തുണ്ടല്ലോ, എന്നെ വിളിച്ചു ഇങ്ങനെ പറഞ്ഞു 4 ദിവസം വർക്കുണ്ട് ക്യാരക്ടർ. ടോവിനോയുടെ കൂടെ ഇപ്പൊ ഈ പടം ഫസ്റ്റായി ഞാൻ ചെയ്തു. ഇത്രയും പടം ചെയ്തിട്ട് ഞാൻ ടോവിനോയുടെ കൂടെ അഭിനയിച്ചു. ടോവിനെ തന്നെ പറയും ചെയ്തു, നമ്മൾ തമ്മിൽ ആദ്യമായിട്ടാണ് അല്ലേ എന്നൊക്കെ പറഞ്ഞു. പിന്നെ അവൻ മാറ്റും ഞാൻ സ്കൂളിൽ പോകുന്ന കോമ്പിനേഷൻ സീനുകൾ ഒരു പാടുണ്ടല്ലോ, ഞങ്ങൾ തമ്മിലുള്ള മൊബൈലാണ് മൊത്തം. എന്നോടാ സാധാരണ സെറ്റിൽ ചെന്നാൽ മേക്കപ്പ് ഇടുക, അഭിനയിക്കാൻ ചെല്ല, എല്ലാ അങ്ങനെയല്ലായിരുന്നു. എന്നുണ്ടാ മുട കൊണ്ട് വെള്ളം തലയിൽ കൊണ്ടെടുത്ത് വയ്ക്കുക, നനഞ്ഞിട്ടാണ് സെറ്റിൽ. പിന്നെ 2000 ഒരു 2.5 ഏക്കർ സ്ഥലത്ത് ഒരു ടാങ്ക് കിട്ടിയില്ല. അതിൽ ഫുള്ള് വെള്ളം നിറച്ചിട്ട് നമ്മുടെ ടാങ്ക് ലോറിയിൽ ഇങ്ങനെ വെള്ളം എടുത്തിരിക്കുന്നു. പല ഭാഗത്തുനിന്ന് ഏതോ ഒരു അരുവിൽ നിന്ന് വെള്ളം എടുത്തിട്ട് ആ വെള്ളം ഇങ്ങനെ കൊണ്ട് നിറയ്ക്കാണ്. എന്നിട്ട് ഈ 2.5 ഏക്കർ സ്ഥലത്തുള്ള ഈ ടാങ്ക്, ഈ ടാങ്കിൽ കിടന്നുള്ള കളികളാണ്. ചിലപ്പോ മേക്കപ്പ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ വെള്ളത്തിൽ കിടന്നിട്ട് കളിച്ചിട്ട് കാര്യത്തില്ല, പിന്നെ മഴ പെയ്യിക്കലും. ഇതാണ് ആ പടത്തിന്റെ മെയിൻ ആയിട്ടുള്ള സംഭവം. വെള്ളപ്പൊക്കം ആയിരുന്നു ആദ്യത്തെ പേരെന്ത്. 2018 നടന്ന ഒരു സംഗതി വെച്ചിട്ടുണ്ട് ഇതിലൊരു സംഭവമായിരുന്നു. ജൂഡ് ആന്റണി എന്ന് പറയുന്ന ആളുണ്ടായിരുന്നു, നല്ല മേക്കറാണ് അയാൾ, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ പടം ആളുകൾ കണ്ട് ഇഷ്ടപ്പെട്ടത്. പിന്നെ ഇവര് അങ്ങനത്തെ സ്ഥലം നോക്കിയിട്ടാണ് ലൊക്കേഷൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഈ ടാങ്ക് കെട്ടി എന്നൊക്കെ പറയുന്ന സ്ഥലത്തൊക്കെ വളരെയധികം ശ്രദ്ധിച്ചതാണ്. കാശ് ചെലവ് എന്നുള്ള സംഭവം തന്നെയാണ്. കാരണം ഒരു ടാങ്ക് കെട്ടുന്ന പറഞ്ഞാല് 2.5 ഏക്കർ സ്ഥലം ഫുള്ളാണ്. പിന്നെ ഒരു അങ്ങാടിയൊക്കെ സെറ്റാണ് കിട്ടിയിരിക്കുന്നത്. കാരണം ഈ വെള്ളം വന്നിട്ട് ഈ ടാങ്ക് പൊട്ടിയിട്ട് ആ വെള്ളം വരുന്ന ഈ സെറ്റപ്പ് അതിൽ കൂടെ പോകണം. അങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ദിവസം. അപ്പൊ പിന്നെ ഹെലികോപ്റ്റർ സെറ്റാണ്, ഒറിജിനലാണെന്നാ തോന്നുന്നത്. അത് ഉണ്ടാക്കിയതാണ് ഹെലികോപ്റ്റർ. അത് അതിലെ ഡ്രൈവർമാരെ മാത്രം 2 പേര് ഒറിജിനൽ ആളുകള. അവര് ഈ നേവിയുടെ ഒരുപാട് സംഭവം കാര്യങ്ങളൊക്കെ. ഓക്കെ 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 ഇത് നന്നായാലും ഫോട്ടോ ഒന്ന് കാണിച്ചു കൊടുത്ത എല്ലാവർക്കും നന്നായിട്ടുണ്ട് കേട്ടോ. വരച്ചതാണ് ഫോട്ടോ, എന്തായാലും നന്നായിട്ടുണ്ട്, കാണിച്ചു പൊളിക്കുന്നുണ്ട് സംഭവം. പിന്നെ ഫോട്ടോ കാണുമ്പോ ചെയ്യണുണ്ടാവും നോക്കിയാൽ ഫോട്ടോ നന്നായിട്ട് ഫോട്ടോ. ഓക്കെ ഓക്കെ താങ്ക് യു.